രാജ്യത്തെയും പണബലവും ശക്തി ആരോഗ്യം തന്ന് വഴി നടത്തിക്കാട് സ്തുതിക്കുന്നു. ഞാൻ നിങ്ങൾ സ്വന്തം സർവമാനവും വാഗ്ദവേശപ്പിന്റെ കർത്താവേഹം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടെ അപേക്ഷിക്കുന്നു. നീ ഉണ്ടായി കേൾക്കണമേ സത്യം നല്ല കൂടി വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെത്തിരിക്കാൻ എന്ന് രാത്രി ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി അമ്മൻ 2 വാക്യങ്ങൾ വായിക്കാം. ഇടയ്ക്ക് നമ്മൾ വായിച്ചു, അല്പം കൊണ്ട് നിർത്തി അമ്മൻ സ്വന്തം ചെയ്യുന്നു. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാതെ അത് പ്രസംഗ വിഷയം അല്ലെങ്കിൽ പോലും ഒന്ന് കേൾക്കാൻ അത് വായിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു. 1 മുതൽ 3 വരെ 3 നമ്മുടെ പ്രധാനമായ വാക്യം. 1 മുതൽ 3 വരെ ദൈവം പറയുന്ന വചനങ്ങൾ കേൾക്കാം. അതിനുശേഷം അമ്മൻ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാക്കുന്ന മലയാളത്തില്, ഇംഗ്ലീഷിൽ 6-ാം വാക്യമായിരിക്കും. അത് നമുക്ക് വായിക്കാം. വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. ഇന്ന് രാത്രി പരിശുദ്ധമാവിലേക്ക് come on, let's go on to the Lord. യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. ഇന്ന് രാത്രി നീ അടുത്ത് വാ. പ്രാർത്ഥനയ്ക്ക് വരണ്ട, നമ്മന്റെ അടുക്ക വരാൻ വാ. കാരണം അവൻ പറയുന്നു, അവൻ സ്വന്തം 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ എഴുന്നേണ്ടി വരും. ഇന്ന് രാത്രി യേശു നമ്മുടെ മധ്യത്തിൽ നടകൊള്ളുന്നു. സാക്ഷാൽ അവൻ ദൈവമായവൻ നമ്മുടെ മധ്യേ നടകൊള്ളുന്നു. ഇന്ന് രാത്രി വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അടുത്തത്, അവൻ നമ്മെ കടിച്ച് കീറിയിരിക്കുന്നു. അവൻ സൗഖ്യമാക്കും. അവൻ കടിച്ചു കാരണം പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏൽപ്പിച്ചു കൊടുക്കാതെ സ്വന്തം ബുദ്ധിയിലും ആലോചനകളിലും നടക്കുന്ന നിമിത്തം ദേഷ്യം വന്നതുകൊണ്ട് അവൻ കടിച്ചു കയറിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, ഇന്ന് രാത്രി നീ അറിയാം, അവൻ സൗഖ്യമാക്കും. ഇന്ന് രാത്രി അവൻ സൗഖ്യമാക്കും. ജീവിതം കടിച്ചു കയറപ്പെട്ടതുപോലെ അനുഭവപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വായയുടെ അടുക്കൽ ഇന്ന് രാത്രി അവൻ നിന്നെ സൗഖ്യമാക്കും. സൗഖ്യമാക്കാൻ തയ്യാറുള്ളവനായി ഇന്ന് രാത്രി നമ്മുടെ മധ്യനാഥൻ എഴുതി വന്നിട്ട് അടുത്ത വാക്യം വായിച്ചാട്ടെ. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. അവൻ നമ്മെ അടിച്ചു. കാരണം പലവട്ടം പോകേണ്ട വഴി പറഞ്ഞിട്ടും കേൾക്കാതെ വരുമ്പോൾ അവൻ തല്ലി അടിച്ചിരിക്കുന്നു. അടുത്തത്, അവൻ മുറിവ് കെട്ടും. ഇന്ന് രാത്രി അടിച്ചപ്പോൾ പൊട്ടിയ പാടുകൾ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, അവൻ മുറിവ് കെട്ടും. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കാൻ, നിന്നെ മുറിവ് കെട്ടാൻ, മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ചങ്ങനകത്ത് ഏൽക്കപ്പെട്ടിരിക്കുന്ന അവൻ സ്വന്തം ചെയ്യുന്നു. ആ സ്കാർസ് അവൻ നിന്റെ ഹൃദയത്തിൽ വീണ മുറിവുകളുടെ അതാർക്കും ഉണക്കാൻ കഴിയാതെ ഇന്നും വിങ്ങുന്ന വിഷമങ്ങളുമായി നിന്റെ ഉള്ളിൽ കിടക്കുന്ന മുറിവുകളെ അവൻ കർത്താവ് അനുവദിച്ചതിനാൽ വന്ന ആ മുറിവുകളെ ഇന്ന് രാത്രി വെച്ച് കിട്ടുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത വാക്യം, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് ജീവിപ്പിക്കുക മാത്രമല്ല, 3-ാം ദിവസം തന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. അവന്റെ മുമ്പാകെ ജീവിക്കും. ഇനി എന്നുള്ള ബന്ധത്തില് അവന്റെ ചിന്തയില് അവൻ കർത്താവ് വരുമ്പോൾ പുത്രൻ തമ്പുരാനും ഈ വഴിയെ തന്നെ നടന്നു. കടിച്ചു കയറി എന്തിനാ? പക്ഷെ പുത്രന്റെ പാപം നിമിത്തമല്ലെന്നോർത്തു. എന്റെ അകൃത്യമെല്ലാം അവന്റെ മേലെ തീർന്നു. അവൻ കീറപ്പെടാൻ കാരണം ഞാൻ, അടിക്കപ്പെടാൻ കാരണം എന്റെ അകൃത്യം, എന്റെ അതിക്രമം, എന്റെ പാപം. ഞാൻ പറയും, 2 ദിവസം കഴിയുമ്പോഴോ നിന്നെ 3-ാം നാളം നിന്നെ എഴുന്നേൽപ്പിക്കും. ഇന്ന് രാത്രി നിന്നെ ജീവിപ്പിക്കുക മാത്രമല്ല, നിന്നെ എഴുന്നേൽപ്പിച്ച് അതിന് മുമ്പാകെ ജീവിപ്പിക്കാൻ കൃപ തരുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ 3-ാമത്തെ വാക്യം വായിച്ചാട്ട്, നാം ഇന്ന് രാത്രി അറിഞ്ഞുകൊള്ളുക. അങ്ങനെയാണെങ്കിൽ ചുമ്മാ ഞായറാഴ്ച കണക്ക് കൊടുക്കാൻ, ആചാരം കൊടുക്കാൻ പോകല്ലേ. നിന്റെ തഴക്കവും പഴക്കവും കാണിക്കാൻ പോകല്ലേ. നിന്റെ അവൻ കൊഴുപ്പും മോടിയും കാണിക്കാൻ നീ പോകരുത്. നീ യഹോവയെ അറിയാൻ ഉത്സാഹത്തോടെ ആരാധനയ്ക്കാണെങ്കിലും പ്രാർത്ഥനയ്ക്കാണെങ്കിലും നിന്റെ ഉള്ളം തുടിക്കണം. വരുന്ന വചനം ആര് പ്രസംഗിക്കുന്ന വിഷയമല്ല. ലോർഡ് ടീച്ച് മീ, എന്നെ പഠിപ്പിക്കും. ഇതുവരെ എനിക്ക് അറിയാൻ വയ്യാത്ത മർമ്മങ്ങൾ നിന്നെ കാണാൻ, ഹല്ലേലൂയ, വചനത്തിൽ കൂടി വന്ന് അറിയാൻ. അത് എത്ര കഴിവില്ലാത്തവർ പ്രസംഗിച്ചാൽ, എനിക്ക് എപ്പോഴും ആഗ്രഹം ഇതാ, കഴിവുള്ളവർ ഒന്ന് പ്രസംഗിക്കുമ്പോൾ ഒത്തിരി പേര് ഓടും. അത് വിഗ്രഹാരാധനയാണ് ഞാൻ ചിന്തിക്കുന്നത്. നീ കഴിവ് കേൾക്കാനാ പോകുന്നത്, പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ കൊതിയില്ല. പറയാം, ഒരു പൊട്ടനാണെങ്കിലും നീ ഒരു കുറവുള്ളവനാണെങ്കിലും
കർത്താവേ, ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവനെ, പുതിയ തിരിയെ കെടുത്തു കളയാത്തവനെ, ഉഷടബല ഉപയോഗശൂന്യമായ പുറപ്പറമ്പിൽ കിടക്കുന്ന വെറും പാത്രങ്ങളെ അവൻ സ്വന്തം ചെയ്യുന്നു ഉപയോഗയോഗ്യമായ പാത്രമാക്കി അകത്ത് കയറ്റുന്നവനെ. രാത്രി ഞങ്ങൾ വരുന്നത് തഴക്കമോ പഴക്കമോ സ്വന്തം വിശുദ്ധിയോ ഞങ്ങൾ ചെയ്തവർക്കല്ല. യോഗ്യനല്ല കർത്താവേ, യോഗ്യതയില്ലാത്തവൻ കൂടി സംസാരിക്കുന്ന ഒരു ദൈവത്തെ കാരണം ബാക്കിയൊക്കെ തഴക്കവും പഴക്കവും എടുക്കുമാണ്. എനിക്ക് വേണ്ടത് യോഗ്യതയില്ലാത്തിടത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്, ശൂന്യതകളിൽ നിന്ന് പണിയുന്ന ദൈവമാണ്. ഇന്ന് രാത്രി അവൻ സ്വന്തം കടിച്ചു കീറിയതിനെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. പഠിച്ചു പൊട്ടിച്ചതിനെ അവൻ സ്വന്തം ചെയ്യുന്നു, പൊറുപ്പിക്കുന്ന വെച്ചു കെട്ടുന്ന ദൈവമാണ്. അവൻ ജീവിപ്പിക്കുന്ന ദൈവമാണ്, എഴുന്നേൽപ്പിക്കുന്ന ദൈവമാ, അവന്റെ മുമ്പാകെ ജീവിപ്പിക്കുന്ന ദൈവമാ, നടത്തുന്ന ദൈവമാ. അതുകൊണ്ട് കേട്ടറിഞ്ഞുകൊള്ളുക, അവനെ അറിയാൻ ഉത്സാഹിക്കുക. അവനെ അറിയാൻ, ദൈവത്തെ കുറിച്ച് അറിയാൻ. അവൻ പഴക്കമോ നിങ്ങൾ ജനിച്ചു വളർന്ന അവൻ മതത്തിന്റെ, കാരണം ഇത് ഏതിപ്പോ മതവും സംഘടനയും മാറിക്കൊണ്ടിരിക്കുക. ഓരോരുത്തർ പറയുന്ന നമ്മളും ചില വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും മറ്റുള്ള വ്യത്യാസമില്ല. നമ്മുടെ ഇതിൽ പുഴങ്ങുന്നത് പാരമ്പര്യമില്ലെന്നാ പറയുന്നത്. പക്ഷെ പറയുന്നു ഞങ്ങളിവിടെ തിരിച്ചു ഞങ്ങളുടെ ഇത് ഒന്ന് ചിന്തിക്കേ ശാന്തമായി നിങ്ങൾ ഓരോട്ട് എന്താ വ്യത്യാസം? സഭയെ പണിയുന്നവൻ ക്രിസ്തുവിന്റെ സഭയിൽ ഇടങ്ങുമാകാൻ കൊള്ളുക. കാരണം അവന് വേണ്ടി ജീവിപ്പാൻ അവനായി അവൻ സ്വന്തം ചെയ്യുന്നത്. അതുകൊണ്ട് അവനെ അറിയാൻ ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. ഇന്ന് രാത്രി ലോകത്തിൽ എന്തെങ്കിലും ഗ്യാരണ്ടി ഉള്ളതുണ്ടെങ്കിൽ നിന്റെ മേൽ അവൻ ഉദിക്കുമെന്നുള്ളതാണ് ഗ്യാരണ്ടി. അതുകൊണ്ട് യെശയ്യാപ്രവചനം 60-ാം അധ്യായത്തിൽ പറയുന്നത് എഴുന്നേറ്റു പ്രകാശിക്കുക. മർമ്മങ്ങൾ ഈ വചനം എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ചിന്തിച്ചപ്പോൾ ഒന്ന് അന്വേഷിക്കണം, വചനത്തിൽ ഒന്ന് ചിന്തിക്കണം. അതിനെല്ലാം കൂട്ടുവചനങ്ങളുണ്ട്. ഇത് ആത്മാവിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഇതെല്ലാം സർക്കുലറാ, കണക്റ്റഡായി വചനം ഒത്തിരി കണക്റ്റഡാ. അത് കാണുമ്പോൾ ഈ യുറേക്ക എന്ന് പറയും വെളിപ്പെടുന്ന വചനം വെളിപ്പെടുമ്പോൾ നമ്മൾ തുണിച്ചോളൂ, മൈ ഗാഡ്, ഇതൊന്നും നമുക്ക് അറിയാതെ കിടക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം കഥ പറയാം, അവനെ അറിയാൻ ഉത്സാഹിക്കുക. എന്താ ഗ്രോത്ത്? സഭയുടെ തഴക്കവും പഴക്കവും സഭയിലെ മൂപ്പന്മാരും തലപ്പത്തിരിക്കുന്നവരെ അറിയുന്നതല്ല അനേകരുടെ ചിന്ത. അതുകൊണ്ട് ആനമൊട്ടയാണ്. ഇന്ന് രാത്രിക്കാലം കർത്താവിനെ നീ അറിയാൻ ഉത്സാഹിച്ച അവന്റെ ഉദയം എങ്ങനെയാ ഡോക്ടറെ? അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. പ്രഭാതം പോലെ നിശ്ചയം. ഇന്ന് രാത്രി പരിശുദ്ധം പറയുക, അവൻ നിന്റെ മേൽ ഉദിക്കും. മലാക്ക് പറയുമ്പോ എങ്ങനെയാ? ശാന്തിയോടെ ഉദിക്കും. എത്ര പേര് വിശ്വസിക്കും? അവനെ അറിയാൻ ഉത്സാഹിക്കുക. അവൻ നിന്റെ മേൽ രോഗോപശാന്തിയോട് ഉദിക്കുന്നു. നിങ്ങളും പുറപ്പെടുന്ന പശുക്കിടാങ്ങളെ പോലെ എന്ത് ചെയ്യും? ആരെങ്കിലും ഇപ്പോൾ ജനിച്ച പശുക്കിടാങ്ങളെ കണ്ടിട്ടുണ്ടോ? നാട്ടിലുള്ളവരാണ് കണ്ടു കാണും അല്ലേ? തെറിച്ച് ചാടി ഓടുന്ന പശുക്കിടാങ്ങളെ കണ്ടിട്ടുണ്ടോ? ജനിച്ചത് തെറിക്കാതെ അല്ലേ? കണ്ടു. എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ തെറിക്ക് നമുക്കറിയത്തില്ല, വീണതേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അവൻ നിന്റെ വിരോധിച്ചെറിയുമ്പോൾ നിന്റെ കാലുകളെ കലമാൻ പിടക്ക് തുല്യമാക്കി ഗിരികളിൽ നിൽക്കുമാറാക്കും. വചനം പറയുക. അതുകൊണ്ട് ദൈവത്തെ അറിയാൻ ഉത്സാഹിക്കുക. അവൻ കേവലം പാട്ടോ ഇളക്കപ്പെരുക്കമോ അല്ല, അവനെ അറിയണം, അവന്റെ വചനം അറിയണം. അവനിലേക്ക് വളരണം. നിന്റെ ഉള്ളിൽ എനിക്ക് യേശുവെ പോലെ ആകണം. അവനെ അറിയാൻ ഉത്സാഹിക്കുക. അവന്റെ ഉദയം എങ്ങനെയാ? ഇന്ന് രാത്രി എന്തെങ്കിലും നിശ്ചയമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിശ്ചയങ്ങളും പോക്ക ആനമട്ടയാ. അവൻ സ്വന്തം ചെയ്യും. ഞാൻ പറഞ്ഞത് അവൻ ഉക്രൈനില് 2020 കാലഘട്ടങ്ങളില് ഭയങ്കര നിശ്ചയത്തോട് ഒരുങ്ങിയ ഒത്തിരി പേരുണ്ട്. എല്ലാം പോകയായി പോയി. അനേകർ ജീവനോടെ ഇല്ല. ശരീരങ്ങൾ ചെറിച്ചു പോയി. ശരീരങ്ങൾ പോലും കിട്ടാത്തവരുണ്ട്. ഈ യെരൂശലേമിൽ പ്ലാൻ ചെയ്ത അനേകർ ഈ മിസൈലുകൾ വന്ന് വീണ്. ഈ ഭൂമിയിൽ ഗ്യാരണ്ടി ഒന്നിനുമില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ ജോലിക്ക് ഗ്യാരണ്ടിയില്ല, നിന്റെ കുടുംബജീവിതത്തിന് ഗ്യാരണ്ടിയില്ല, നിന്റെ മക്കൾക്ക് ഗ്യാരണ്ടിയില്ല. നീ പോകുന്ന സഭയിലെ കൂട്ടുവിശ്വാസികൾക്ക് ഗ്യാരണ്ടിയില്ല, നിനക്ക് ഗ്യാരണ്ടിയില്ല. ഇന്ന് രാത്രി എന്തെങ്കിലും നിശ്ചയമുണ്ടെങ്കിൽ
നിന്റെ മേലെ ഉദിക്കുന്ന ദൈവം. അവന്റെ ഉദയം പ്രഭാതം പോലെ അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന അവൻ മഴ പോലെ കൊതിച്ചാൽ അശിഷ്യമായി അവൻ നിന്റെ അവൻ പെയ്യും. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ. പിന്മഴയും മുൻമഴയും നിന്നെ നനയ്ക്കുന്ന പിന്മഴ പോലെ. മുൻമഴ കൊണ്ട് നൃത്തത്തില്ല, പിന്മഴയിൽ തരും. കാരണം ദൈവത്തിന്റെ ലക്ഷ്യം നിന്റെ ഫലമാണ്. മുൻമഴ കിളിർപ്പാൻ, വളർച്ച ആരംഭിപ്പാൻ, ഫലങ്ങൾ പുറപ്പെടുവിച്ച് തുടങ്ങാൻ. എന്നാൽ പിന്മഴയുടെ ഗുണം അവൻ സ്വന്തം കൊയ്ത്തിന് മുമ്പ് നിന്റെ ഫലം ഘനമുള്ളതായിരിക്കും. നിന്റെ ഫലം നിലനിൽക്കേണ്ടതിന്. ഇപ്പം സഭ എന്ന് പറയുന്നത് ഒരുമിച്ച് കൂടി വചനം അംഗീകരിക്കുന്നിടത്ത് പോകുന്നതല്ല. ഒന്ന്, നിന്റെ വേറെ ആഴത്തിൽ ഇറങ്ങണം, വളരണം, കേൾക്കണം. ദൈവമേ സ്വതന്ത്രം. എന്റെ ലക്ഷ്യമല്ല. അപ്പൊ ശൗലിനെ കുറിച്ച് പറയാൻ നമ്മുടെ ആഗ്രഹം വന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ നിന്റെ മേൽ വരും. അവൻ പിന്മഴ പോലെ നിന്റെ മേലെ വരും. ആ വാക്യം തീർന്നോ ഡോക്ടറെ? അടുക്കൽ വരും, നമ്മുടെ അടുക്കൽ വരുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് ഫിലിപ്പിയ ലേഖനം 1:4. Always in prayer of my English ആണെങ്കിൽ 6. Being confident of this very thing, that he which hath begun a good work നിന്നിൽ മഴ ആരംഭിച്ചവൻ, നിന്നിൽ ഒരു പ്രവൃത്തി തുടങ്ങിയവൻ എവിടെ വരെ തികയ്ക്കും? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഓക്കെ, മഴ പ്രാപിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നമുക്ക് നോക്കാം. അതിനൊരു ക്യാരക്ടറെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശൗൽ എന്നൊരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. ശൗലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടു, അപ്പന്റെ കഴുതകളെ തേടി അലഞ്ഞ് ചെന്ന് സ്വന്തം ചെയ്യുന്നു. ശമൂവേൽ പ്രവാചകന്റെ അടുക്കലെ ചെന്നു. പോയി അവൻ ഒരുക്കിയ വിരുന്നിലൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോൾ ശമൂവേൽ അവനോട് സംസാരിക്കുന്ന ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത്. 1 ശമൂവേല് 9 അവസാനത്തെ വാക്യം, 9 വേഴ്സ് എത്ര? 28. ലാസ്റ്റ് വാക്യം എത്ര? 27. വായിച്ചാട്ട്. And as they were going down to the end of the city, ആ പട്ടണത്തിന്റെ അറ്റത്തേക്ക് പോകുമ്പോൾ Samuel said to Saul, ശമൂവേൽ ശൗലിനോട് പറഞ്ഞു, bid the servant pass on before us. And he passed on. But stand thou still a while, that I may shew thee the word of God. ഇവിടെ പറയുക, ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് ഇന്ന് രാത്രി നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത് മഴ നമുക്ക് ആവശ്യം. ഏത് മഴ? മുൻമഴ. എന്തിന്? വിത്ത് നല്ലതാണേലും വളർച്ചയ്ക്ക് മുൻമഴ അത്യന്താപേക്ഷിതം. എന്ന് മുൻമഴ ഹൃദയത്തെ കുതിർക്കുന്നു, ഹൃദയം മൃദുവാക്കുന്നു. മുൻമഴ സ്വന്തം ചെയ്യുന്നു, പുതുജനനത്തെ ഉളവാക്കുന്നു. മുൻമഴ വേരുകൾ ആഴത്തിൽ ഇറങ്ങി ഉറപ്പിക്കുവാൻ, നിന്റെ ക്രിസ്തീയ ജീവിതം ഉറപ്പിക്കാൻ നിന്നെ സഹായിക്കുന്നു. മാത്രമല്ല നിന്നിൽ ആത്മീക വളർച്ച ആരംഭിക്കാൻ തുടങ്ങുന്ന മുൻമഴ നിമിത്തം. മാത്രമല്ല ഈ മുൻമഴ ക്രിസ്തുവിന്റെ പക്വതയിലേക്ക് നിങ്ങളെയും നയിക്കുന്നു. ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ ലക്ഷ്യം വെറും നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ അംഗമാകുക എന്നുള്ളത് മാത്രമല്ല, സ്വന്തം ക്രിസ്തുവാകുന്ന തലയോളം സ്വന്തം. അതാണ് കർത്താവിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. സ്വന്തം. അതുകൊണ്ടാ വിളിക്കപ്പെട്ടവർ ഇന്ന് രാത്രി എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവാകുന്ന തലയോളം. മൊത്തം വളർച്ചയിൽ ദിശയുണ്ട്. എപ്പോഴും ദിശ ക്രിസ്തുവായിരിക്കണം. ക്രിസ്തുവിനെ വിട്ടു മാറിപ്പോയാൽ പോയി. ഇവിടെ നാം കാണുന്നു, ശൗലിനെ വിളിച്ചു, സ്വന്തം ചെയ്യുന്നു. ശൗല് കഴുതയെ തേടി പോകുമ്പോഴാണ് ചിന്തിക്കാത്ത അവസരത്തിൽ ദൈവവചനം അവന് നേരെ കടന്നു വരുവാനിടയായി. നമ്മൾ കണ്ടു ശൗലിന്റെ വിളി. സ്വന്തം ചെയ്യുന്നു. നമുക്ക് 10-ാം അധ്യായം 1-ാം വാക്യം 1 ശമൂവേൽ വായിച്ചാൽ. Then Samuel took a flask of oil and poured it on his head and kissed him and said, കഴുതയെ തേടി പോയവനാ. കഴുതയെ തേടി ഒത്തിരി കാര്യം ഇടയ്ക്ക് പറയാനൊക്കെ ഉണ്ടായി. അങ്ങോട്ട് പോകുമ്പോ വഴി ബ്രാഞ്ച് ചെയ്തു പോകുന്നില്ല. കഴുതയെ തേടി പോയവന്റെ തലയിൽ എന്തോ വീണെന്നാ പറഞ്ഞു. ഇന്ന് രാത്രി നീ കഴുതയെ തേടി അപ്പന്റെ കഴുതയെ തേടി വന്നായിരിക്കാം. ഇന്ന് രാത്രി ചിന്തിക്കാതെ നിന്നെ അഭിഷേകം ചെയ്തിട്ട് സ്വപ്നത്തെ ചിന്തിച്ചിട്ട് അവൻ ഹൃദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്.
അവൻ നിന്റെ മേൽ ഇറങ്ങി വരുന്നൊരു ദൈവം എന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താൽ ശൗലിന് കിട്ടിയ ഭാഗ്യമെന്ന് നിനക്കറിയില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ നോക്കണം, ശമൂവേൽ anointed Saul as the king. ശമൂവേൽ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തു. ഇനി സംഭവിക്കുന്നത് നോക്കാം. 1 ശമൂവേൽ 10:9. Oh. 10. So it was when he had turned his back to go from Samuel ശമൂവേലിൽ നിന്ന് ദൂതമൊക്കെ കേട്ടിട്ട് പോകുക. എനിക്കെല്ലാം പറയാൻ സമയമില്ല. പോകുമ്പോൾ എന്ത് പറ്റി? that God gave him another heart. പുതിയ ഒരു ഹൃദയം. And all the sons came to pass that. നിന്റെ ഹൃദയത്തെ അവൻ നിന്റെ മേൽ, ദൈവം നിന്റെ മേൽ വരുമ്പോൾ മാംസമായ ഹൃദയം പറയുക, നിന്റെ കല്ലായിട്ടുള്ള ഫലമില്ലാത്ത ഹൃദയത്തെ മാറ്റി ഞാൻ നിനക്ക് എന്ത് തരും? ലക്ഷ്യമില്ലാത്ത നിന്റെ ജീവിതത്തെ മാറ്റി ഞാൻ പണിയും, അനുഗ്രഹിക്കും. അവൻ നിന്റെ മേൽ വന്നാൽ അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതാ. കൂടാറവക്കടനകസി എന്ന് രാത്രി. അതുകൊണ്ട് ആരും അവൻ ജീവിതത്തിന്റെ തകർച്ചകളോർത്ത് ഡിപ്രസ്ഡ് ആവേണ്ട. നിന്റെ ഹാർട്ടിനെ കണ്ടീഷൻ തന്നെ മാറ്റും. അവൻ നീ ഭീരുവാണെങ്കിൽ ധൈര്യമുള്ള ഹൃദയം നിനക്ക് തരും. അവൻ കഷ്ടതകൾ ഉരുകുന്ന ഹൃദയമാണെങ്കിൽ പുതിയ ഹൃദയം നിനക്ക് അവൻ തരും. നിന്റെ കൂടെ അപ്പം വേണ്ട, അമ്മ വേണ്ട, വീട്ടുകാർ വേണ്ട, കർത്താവ് നിനക്ക് തരും. ഇത് രാത്രി പറയും, കർത്താവ് പറയും. അതുകൊണ്ട് വാ, അവനെ അറിയാൻ ഉത്സാഹിക്ക സമയം മുമ്പോട്ട് പോകട്ടെ. അവൻ സ്വന്തം അവൻ ഹൃദയത്തെ തന്നെ ദൈവം ശൗലിനെ മാറ്റി. അവൻ സ്വന്തം ചെയ്യുന്നു. ദൈവം ശൗലിന് പുതിയൊരു ഹൃദയം കൊടുക്കുവാനിടയായി. ഞാൻ പുതിയ കൊടുക്കുമ്പോൾ ഒരു സംഭവം, ഈ മഴ വന്ന് അനയുമ്പോൾ പറ്റുന്ന പ്രത്യേകം നോക്കുകയാണ്. 10:10. When they came there to the hill, there was a group of prophets to meet him. ഹൃദയം കൊണ്ട് മാറി ഒരു വരം കൊണ്ട് തിരിഞ്ഞോട്ട് വരുമ്പോ ഒരു കൂട്ടം പ്രവാചകന്മാർ അവനെ എതിരേറ്റ്. ഇന്ന് രാത്രി നിന്നെ വിളിക്കുമ്പോൾ നിന്റെ മേൽ പെയ്യുന്നൊരു ദൈവമുണ്ട്, നിന്റെ മേൽ പെയ്തിറങ്ങുന്നൊരു ദൈവമുണ്ട്. Then the Spirit of God came upon him and he prophesied. അവന്റെ മേലോട്ട് അഭിഷേകത്തിന്റെ മഴ ഇറങ്ങിയിട. അപ്പന്റെ കഴുതേക്ക് പോയനാ. ഇതുവരെ പ്രവാചകന്മാരാണോ പ്രവചനം എന്തോന്ന് അറിയാൻ വയ്യാത്തവന് മഴയും കൊണ്ട് ഇറങ്ങി. ഒറ്റ പ്രാർത്ഥനയ്ക്ക് പോലും പോകാത്തവന്, ഒറ്റ കൂട്ടായ്മയ്ക്ക് പ്രവാചകന്മാരുണ്ടെങ്കിൽ 7 അഴകൊക്കെ തടുക്കാത്തവന് അവന്റെ മേലോട്ട് എന്തോ ഇറങ്ങി. അവിടെ ഇതുവരെ ഇവനെ കണ്ടിട്ടില്ല. ഇതാ ശൗലും കൊണ്ടോടാ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ധരിച്ചോല്ലെന്ന്. ഇന്ന് രാത്രി നിന്റെ ഐഡന്റിറ്റി മാറ്റി നിന്റെ സ്വഭാവത്തെ മാറ്റുന്ന പുതുമഴ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അവരുടെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതാ. അവരുടെ ഉദയം പ്രഭാതം പോലെ. സമയം പറന്നുപോയി. കാരണം അറിയാത്ത സമയത്ത് നമ്മുടെ ആനന്ദം വരുമ്പോൾ അങ്ങ് ശ്രദ്ധ മാറിപ്പോകുന്നു. സമയത്തിന് ഓർക്കുന്നില്ല. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവും ശൗലിന്റെ മേൽ വന്നു. ആത്മീയമായ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആത്മീയ മുൻമഴയ്ക്ക് ഒരു നിദാനം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിക്കുമ്പോൾ, അവൻ ദൈവം നിന്നെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നിന്നെ വൃഥാവിൽ അവൻ വിടത്തില്ല. നിന്നെ മേൽ മഴ അയച്ചാൽ നിന്നെ വിടുന്നത്. നിന്നെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ മഴ അയച്ചാൽ നിന്നെ വിടുന്നത്. നിന്നെ അവൻ ഒരു ജോലിക്ക് വിട്ടാൽ മഴ അയച്ചാൽ നീ വിശ്വസിക്കണം. നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അരുളപ്പാട് കേൾക്കാൻ അല്പം നിന്റെ ധൃതിയിൽ, നിന്റെ ബിസിയിൽ, നിന്റെ കഴിവിൽ, നിന്റെ കസത്ത് കാണിക്കാൻ നീ ഓടരുത്. ഓടിയ നിനക്ക് അവൻ്റെതായിട്ടുള്ള ടച്ച് അനുഭവിക്കാൻ പറ്റത്തില്ല. നീ അവന് വേണ്ടി വെയിറ്റ് ചെയ്താൽ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടത് അല്പം നിൽക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് ബിസി കൊണ്ട് കഴിഞ്ഞേ കിട്ടും ഞാൻ പോട്ടെന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നു. നിനക്കൊന്നും കിട്ടത്തില്ല. നിൽക്കാൻ മനസ്സുള്ളവനാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ദൈവശബ്ദം കേൾക്കാൻ, വചനം കേൾക്കാൻ കൊതിച്ചു നിൽക്കുന്നവനാണ്, നിശ്ചയമായും അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് നിന്റെ മേൽ വരും. അവൻ നിന്റെ മേൽ ഉദിക്കും. രോഗോപശാന്തിയോട് ഉദിക്കും. നീ പശുത്തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. നിനക്കൊരു ചാട്ടം ദൈവം തരും. തുള്ളിച്ചാടി ദൈവം സന്തോഷിക്കുന്ന എന്റെ അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ നിർത്താൻ ആഗ്രഹിക്കാത്ത അനുവദിക്കുന്നെങ്കിൽ അവൻ സ്വന്തം ചെയ്യുന്നു. ദൈവം ശൗലിന് നൽകിയത് എന്ത്? അവൻ മുൻമഴ അനുഭവം ഇതുപോലെയാ. ഒരു വിളി. നിനക്കൊരു വിളിയുണ്ട്, ഒരു അഭിഷേകം. നിനക്കൊരു അഭിഷേകമുണ്ട്, ഒരു ആത്മീക അവസരം, ഓപ്പർച്യൂണിറ്റി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആത്മീക അവസരം ദൈവം തരിക. കാലങ്ങളെ അറിയില്ല. പ്രായം നോക്കണ്ട. കുഴിയിലോട്ട് കാൽ നീട്ടുകയെന്ന് വിചാരിക്കണ്ട. കുഴിയിലോട്ട് കാൽ നീട്ടിയിരുന്ന മോശയാണ് 80-ാം വയസ്സിൽ വിളിച്ചത്. നിന്റെ പ്രായം വിഷയമല്ല. അവൻ നിന്റെ പക്വതയില്ലായ്മ,
ശൗലൊരു പദ്ധതി ഒന്നും അറിയില്ല. വിഷയമില്ല, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കാം. നീ അല്പം നേരം നിൽക്കാൻ തയ്യാറാണ്, നീ അവനിൽ നിന്ന് കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിന്നെ ഉദിക്കും, രോഗോപശാന്തിയോട് ഉദിക്കും. അവൻ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതാ. അവൻ മഴ പോലെ നിന്നെ വരുത്തിയും വരും. നിയന്ത്രണമില്ലാതെ നീ ആത്മാവിൽ അവനെ ആരാധിക്കും, നീ പ്രവചിക്കും, ദൈവകൃപകൾ കൊണ്ട് അവൻ നിന്നെ നിറയ്ക്കും. ഒരിക്കലും നീ അങ്ങനെയുള്ള കൂടെ, പക്ഷെ നിന്നിൽ കൂടി പ്രവചനം മുഴങ്ങും. നീ അനേകരോട് ദൈവത്തിന് അരുളപ്പാടുകൾ പ്രസ്താവിക്കും. എടാ, ഇവനോ പ്രവാചകന്മാരോട്, ഇവനോ പ്രവാചകന്, അന്യഭാഷയെ കളിയാക്കിയവന്, അവൻ അഭിഷേകത്തെ നിന്ദിച്ചവന്, പ്രവചനമോ എല്ലാം കള്ളത്തരമെന്ന് പറഞ്ഞവൻ, നീ പ്രവചിക്കുമ്പോൾ ശുദ്ധഭാഗം പറയണ്ട. ഇങ്ങനെയും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, നിന്റെ കണ്ണ് തള്ളിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അവൻ ഏപ്പടക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അന്താളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്ന് രാത്രികാലം അവൻ സ്വന്തം ചെയ്യുന്നു. മുൻമഴ ലഭിച്ചതുകൊണ്ട് മാത്രം പക്വത ഉറപ്പാകുന്നില്ല. അത് ഞാൻ ഓർത്തിരുന്നു. അടുത്ത ആഴ്ച മുൻമഴ ഉണ്ടായിരുന്നു മറന്നതുകൊണ്ട് നീ പക്വതയുള്ള വിശ്വാസിയായിരിക്കണമെന്നില്ല. അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് നീ പക്വതയുള്ള വിശ്വാസി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. മുൻമഴയുടെ അനുഭവത്തിൽ തുടർന്നില്ലെങ്കിൽ വളർച്ച നിനക്ക് ലഭിക്കില്ല. അനേകം എന്ത് ചെയ്യുന്നറിയാമോ, നല്ല അന്യഭാഷ പറയുമ്പോഴേ നിർത്തിക്കളയും. പക്ഷെ നീ തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ന് രാത്രി പെന്തക്കോസ്തുകാരെന്ന് അഭിമാനിക്കുന്നവർക്ക് എനിക്ക് നിങ്ങൾക്കുള്ള ദൂതുകളാ. 4 അന്യഭാഷ പറഞ്ഞതുകൊണ്ട് അവൻ സ്വന്തം വളർച്ചയായെന്ന് നിരൂപിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്നെ പരിശുദ്ധാത്മാവിനൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. ശൗലിനെ സൂക്ഷിച്ചു നോക്കുക. ഇതുവരെ നീ പ്രവചിച്ച വ്യക്തിയായിരിക്കത്തില്ല, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ശൗലുണ്ടായിരുന്നേ. അഭിഷേകം വ്യാപിച്ചു, അവന്റെ മേലെ ആത്മശക്തി ഇറങ്ങി, അവൻ പ്രവചിച്ചു. ഇന്ന് രാത്രി അതുകൊണ്ട് ഇന്നലെ കർത്താവേ, ആത്മീക വളർച്ചയെന്നാ നിങ്ങളെ പഠിപ്പിക്കുക. അവൻ രക്ഷിക്കപ്പെടുന്നതോ, സ്നാനപ്പെടുന്നതോ, സഭയിൽ പോയി കൂട്ടായ്മകൾ കൂടുന്നതോ, എല്ലാ ചൊവ്വാഴ്ച പ്രാർത്ഥന കൂട്ടായ്മകൾക്ക് പോകുന്നതോ, എല്ലാ കൺവെൻഷനും പോകുന്നതോ, ഇല്ലെങ്കിൽ അഭിഷേകത്താൽ കാത്തിരുന്ന് നിറഞ്ഞ അന്യഭാഷ പറയുന്നതോ കൊണ്ട് വളർച്ച തീരുന്നില്ല. അങ്ങനെ തീർന്നതെങ്കിൽ ശൗൽ എവിടെയായിരിക്കും? ഇന്ന് രാത്രികാലം പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ മുൻമഴ മാത്രം കൊണ്ട് നിർത്തരുത്. നാദാ, ഇടമഴ കഴിഞ്ഞ ഫിലിപ്പോസിന്റെ സംഘത്തിലുള്ള ഇടമഴയും വേണം, കർത്താവേ പിന്മഴയും വേണം. മുൻമഴ, ഇടമഴയും വേണം. ഇന്നലെ പറഞ്ഞ അഭിഷേകത്തെ കുറിച്ച് അഭിമാനം പറഞ്ഞുകൊണ്ട് വീമ്പടിച്ചടക്കണം. എനിക്കിപ്പോ വേണം, പുറകില് പിന്മഴ വേണം. ഭൂമിയിൽ ഞാൻ പറഞ്ഞതിന്റെ സന്നിധി ഒന്നിൽ നിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ, മരണം വഴിയായി മാറ്റപ്പെടുകയാണെങ്കിൽ ആ മഴയോടുകൂടി എനിക്ക് നിന്റെ അടുക്കലെത്തണം. ഇല്ല, നിന്റെ വരവ് അവൻ എന്റെ ജീവിതകാലത്താണെങ്കിൽ ആ മഴയിൽ കുതിർന്നു നിൽക്കുമ്പോൾ നീ വരണം. പണ്ട് കാലത്ത് കന്യകമാരായിരുന്നു പറഞ്ഞ് വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്, ഞാനെല്ലാം എങ്ങനെ ജീവിക്കും. ഞാൻ നിന്നെ അറിയുന്നില്ല. വിളക്കിലെണ്ണ കത്തിക്കൊണ്ടിരിക്കത്തക്കവണ്ണം ഇന്ന് രാത്രി കൃപ നമുക്ക് എഴുന്നേൽക്കാൻ കാണാം.